വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പഠിക്കാം ആസിഡുകളെ കുറിച്ചിട്ട് പ്രധാനപ്പെട്ട 10 ചോദ്യോത്തരങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഐസി ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഐസി ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഉത്തരം സിലിക്കണാണ്. മൂന്നാമത്തെ ചോദ്യം, കാർ ബാറ്ററിയിൽ ഉപയോഗിക്കപ്പെടുന്ന ആസിഡ് ഏതാണ്? കാർ ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ആസിഡുകളിലും പൊതുവായി അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. അപ്പോൾ എല്ലാ ആസിഡുകളിലും പൊതുവായി അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ്. റബ്ബർ പാൽ ഘനീഭവിക്കാൻ വേണ്ടി ചേർക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡാണ് ചേർക്കുന്നത്. അടുത്ത പോയിന്റ്, ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് ബാർബിറ്റ്യൂറിക് ആസിഡാണ് ഹിപ്നോട്ടൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ്. അടുത്തത്, സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ്. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും മധുരമേറിയ രാസവസ്തു ഏതാണ്? സൂക്രോണിക് ആസിഡാണ്. സൂക്രോണിക് ആസിഡാണ് ഏറ്റവും മധുരമുള്ള രാസവസ്തു എന്ന് പറയുന്നത്. മരിച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് പ്രൂസിക് ആസിഡ്. മരിച്ചീനി പ്രൂസിക് ആസിഡാണ്. വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡാണ്. വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഐസി ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സിലിക്കണാണ്. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. ഈ എല്ലാ ആസിഡുകളിലും കോമൺ ആയിട്ടുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. റബ്ബർ പാൽ ഘനീഭവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡാണ്. ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബാർബിറ്റ്യൂറിക് ആസിഡാണ്. എല്ലാ സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. ഏറ്റവും മധുരമുള്ളത് ഏതാണ്? സൂക്രോണിക് ആസിഡാണ്. മരിച്ചീനിയിലുള്ള ആസിഡ് ഏതാണ്? പ്രൂസിക് ആസിഡാണ്. വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.